ഹലോ ഫാമിലി. നമ്മുടെ അന്നാമ്മയുടെ അരങ്ങേറ്റത്തിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. വീഡിയോ അല്ല, ഷോർട്സ് ആയിട്ടാണ് ഞാൻ ഇട്ടത്. അന്നത്തെ ദിവസത്തെ ഞാൻ എടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. നമ്മുടെ കുഞ്ഞന്നാമ്മ രാവിലെ തന്നെ പ്രാർത്ഥിച്ച് എനിക്ക് സ്തുതിയൊക്കെ തന്ന് അരങ്ങേറ്റത്തിന് ഏകദേശം ഒരു 11 മണി 12 മണിയോടുകൂടി പോയിട്ടോ കുട്ടികളെല്ലാരും. കാരണം ഇവിടെ പഠിപ്പിച്ചത് ഇവളെ ഗുരു എന്ന് പറയുന്നത് ലക്ഷ്മി ജ്യോതി എന്ന് പറഞ്ഞിട്ട് ടീച്ചറാണ്. കരിമോളുള്ളവർക്കും അത്യാവശ്യം അവള് 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു കുട്ടിയാണ്. അപ്പൊ അവള് നമ്മുടെ വീട്ടിൽ വന്നാണ് അന്നമ്മനെ പഠിപ്പിച്ചതും. എന്താ പറയാ, നമ്മള് താഴെ നിന്ന് കേൾക്കാൻ പറ്റും അന്നാമ്മ അരമണ്ടല് തിരിക്ക് താഴെ, അങ്ങനെ ഞാൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടതെന്നല്ലാതെ ഇവരെ ക്ലാസ്സിലേക്ക് ഞാൻ കയറി ചെന്നിട്ടില്ല. പക്ഷേ എനിക്ക് അരങ്ങേറ്റത്തിന് അവൾ ഒരുങ്ങി നിൽക്കണണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ എനിക്ക് പറയാൻ പറ്റണത് എനിക്ക് അറിയത്തില്ല. കാരണം അതിന്റെ ആ ഒരു മേക്കപ്പും അത്രയും പ്രൊഫഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവളൊരു പ്രത്യേകത വെച്ചാൽ പണ്ട് കാലത്ത് ആ ഒരു തട്ടം കൊടുക്കലും ദക്ഷിണ കൊടുക്കലും എല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ സീനിയേഴ്സ് പിള്ളേര് ആ കുട്ടികളൊക്കെയാണ്, ഒരു 10-30 പിള്ളേർ അവിടെ ഉണ്ട് ശരിക്കും. അപ്പൊ സീനിയേഴ്സിന്റെ ഒരു ക്വാളിറ്റി കണ്ടത്, അവർ ഉച്ചയ്ക്ക് ഈ മേക്കപ്പ് ഇട്ടതാണ്. വൈകുന്നേരമാണ് ഈ പ്രോഗ്രാം. ഈ ഉച്ചയ്ക്ക് മേക്കപ്പ് ഇട്ടിട്ട് ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ആ പിള്ളേര്, കൊച്ചു പിള്ളേരെ അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവർ ഓർഡറിൽ ഇരുത്താനും, അതായത് നമ്മളൊരു ഗുരു എന്ന രീതിയിൽ ചുമ്മാ ഒരു ഡാൻസ് മാത്രം പഠിപ്പിക്കുകയല്ല, നമ്മൾ കൂടെയുള്ള കുഞ്ഞുങ്ങളോടും അല്ലെങ്കിൽ കൂട്ടുകാരോടും അവരെ കെയർ ചെയ്ത് അവരെ ഒരുക്കി കൊണ്ട് നടക്കുന്നതും എല്ലാം അവിടെ പഠിപ്പിക്കുവാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അവള് അതിനർഹയാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഒരു 8-9 പ്രോഗ്രാം 7:30 മുതൽ ഈ പിള്ളേരത് എനിക്ക് തോന്നുന്നു ഈ 1 മാസമോ 2 മാസം കൊണ്ടാണോ ഇവരൊക്കെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തതെന്ന് എനിക്കൊരു പഠിത്തമില്ല കേട്ടോ. കാരണം നമ്മൾ ടൈറ്റ് പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയത് 1-2 മാസമായപ്പോഴാണ്. പക്ഷെ അന്നാമനേക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് എന്താ പറയണത് എനിക്കറിയത്തില്ല. ലക്ഷ്മിയോട് അത്രയും ഞാൻ താങ്ക്സ് പറയുവാണ്. ഞാൻ ഇത്രയും ഇത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, വെറുതെ ഒരു അരങ്ങേറ്റം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷെ അവളെ മേക്കപ്പ് മുതല് അവരാ പിള്ളേരെ അടക്ക ഒതുക്കത്തോടെ ആ ഒരു ഗുരുവിന്റെ കീഴിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരുന്നു. പിന്നെ യൂട്യൂബേഴ്സിനോട് പറയുന്നത്, ഞാൻ ഈ ഡാൻസ് പ്രോഗ്രാമിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇടുന്നുണ്ട്. കാരണം നമുക്ക് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഇടുമ്പോൾ കോപ്പിറൈറ്റ് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു വ്ലോഗ് പോലെ ചെയ്തിട്ട് ഇവരെ ഡാൻസിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇട്ട് കഴിഞ്ഞാല് എങ്ങനെയാണ് കോപ്പിറൈറ്റ് വരുന്നുണ്ടോ, അവരുടെ ഒറിജിനൽ ആ ഡാൻസിന്റെ സോങ് തന്നെ എനിക്ക് തോന്നുന്നത് ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ ഇടുമ്പോഴാണ് കോപ്പിറൈറ്റ് വരുന്നത്. നമ്മളൊരു വ്ലോഗ് പോലെ ഇതുപോലെ ഓൺ വോയിസ് ഒക്കെ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഇടുമ്പോൾ കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഇല്ലെന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു പരീക്ഷണ വീഡിയോ കൂടിയാണ്. ഇത് ഔട്ടായി നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ ഡാൻസിന്റെ പ്രോഗ്രാമുകളെല്ലാം ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഓൺ വോയിസ് ഒക്കെ ചെയ്ത് കുറച്ച് ഭാഗങ്ങളായിട്ട് ഫുള്ളായിട്ട് സോങ് ആഡ് ചെയ്ത് ഫുള്ള് ഡാൻസ് ഇടാതെ നമുക്ക് കുറച്ച് ഭാഗങ്ങളായിട്ട് ഇടുന്നത് നല്ലതായിരിക്കും. പിന്നെ കുട്ടികളിലാണെങ്കിലും നമ്മളാ നെയ്ബേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടിട്ട് ഇതില്, കുടുംബയൂണിറ്റിലുള്ള പിള്ളേരും ഒക്കെ ഉണ്ട്. അന്നാമ്മയ്ക്ക് അറിയാവുന്ന കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടിട്ട് ഇതില്. പിന്നെ അന്നാമ്മ തന്നെ പേഴ്സണലി അയ്യോ വിജയാൻറ്റി അജിത ആൻറ്റി വരണോട്ടോ എന്നൊക്കെ പറഞ്ഞ് അവള് പേഴ്സണലി വിളിച്ചവരും ഉണ്ടിട്ട്. നമ്മുടെ നെയ്ബേഴ്സ് ആണ്, എൻ്റെ ഫ്രണ്ട്സും ആണ്. അതുപോലെ തന്നെ ശിവാനിയും ആളും അമ്മാമ്മയും എല്ലാരും വന്നു. ഞങ്ങളുടെ മകളാണ്. അപ്പോ സിവിച്ചന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. എല്ലാവരുടെ അടുത്തും ഫോട്ടോസൊക്കെ എടുത്ത് വളരെ അടിപൊളിയായിട്ട് അവൾ അരങ്ങേറ്റം നടന്നു. നിങ്ങൾ ഇനി അതിന്റെ കുറച്ച് ഭാഗങ്ങൾ എല്ലാ ഡാൻസിന്റെ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ട് പറയണം. മുന്നോട്ടും അന്നമ്മയ്ക്ക് എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അവൾ ഈ നല്ലൊരു ഗുരുവിന്റെ ശിഷ്യയായിട്ട് ആ ഒരു ഡാൻസിന്റെ ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അവള് നല്ല കുഞ്ഞായിട്ട് വളരട്ടെ എന്നാണ്. ഇനി ആ പ്രോഗ്രാം ഒന്ന് കുറച്ച് കാണണേ നിങ്ങൾ. എന്തുകൊണ്ടാണ് സൈലൻസ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. ഞാനിത് ഷെഡ്യൂൾ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തു. അതായത് നമ്മൾ ഒറിജിനൽ മ്യൂസിക്കിൻ്റെ കുറച്ച് ഡാൻസ് ഭാഗങ്ങളായിരുന്നു, അതിനെനിക്ക് കോപ്പിറൈറ്റ് വന്നു. അതായത് ഞാൻ ഇന്ന് വൈകുന്നേരം ഡൗൺലോഡ് ചെയ്യാൻ, അതായത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് കോപ്പിറൈറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഒന്നിൽ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അൺലിസ്റ്റ് ചെയ്യുക. അതായത് നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്താലും നമ്മളിങ്ങനെ ഓൺ വോയിസ് ഇട്ടാലും കുറച്ച് ഭാഗങ്ങളായിട്ട് ഇട്ടാൽ പോലും പുറത്തുനിന്നുള്ളൊരു പാട്ടിന് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ഞാൻ ഈ ബാക്കിയുള്ള കുറച്ച് ഡാൻസ് പ്രോഗ്രാം നിങ്ങൾ കാണണം. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്, സ്റ്റേജ് പ്രോഗ്രാമിന് നമുക്ക് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ അപ്ലോഡ് ചെയ്ത് നോക്കി ഷെഡ്യൂൾ ചെയ്തപ്പോൾ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിൽ വന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പബ്ലിഷ് അപ്പോൾ ചെയ്യാതെ
ഷെഡ്യൂൾ ചെയ്തിടുക. ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഔട്ട് ചെയ്യുന്നതിന് മുമ്പാകുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അൺലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിലേറ്റ് ചെയ്തിട്ട് സെയിം വീഡിയോ നമുക്ക് യൂട്യൂബ് അനുവദിച്ചിരിക്കുന്ന മ്യൂസിക് ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനി യൂട്യൂബ് അനുവദിക്കുന്ന ഏതെങ്കിലും ഒരു മ്യൂസിക് ഇട്ടിട്ട് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം.